മഴ നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പ്ലാസ്റ്റിക് ഇട്ടുന്നതായിരുന്നു. റാണി വസിക്കുന്ന സ്ഥലമാണ് ഇത്. ഈ രണ്ട് തട്ടും വ്യത്യാസമുണ്ട്. ഇത് ചെറിയ തട്ടേക്കും ഇത് വലിയ തട്ടേക്കും. ഈ ചെറിയ തട്ടിലാണ് തേനറ വെച്ചിട്ടുണ്ടാവുക. നമ്മൾ തേനറിൻ്റെ ഇതിപ്പം 4 ദിവസം മുമ്പ് എടുത്ത കോളനിയാണ്. ഇവിടെ ഇപ്പോൾ സൂര്യകാന്തിക്ക് ആ ഭാഗത്ത് പൂക്കുന്നുണ്ട്. അപ്പോൾ പൂക്കളത്തോളം അതിനകത്ത് തേൻ വരാം. നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് പതുക്കെ ഇങ്ങനെ എടുക്കാം. അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടവർ. നമ്മൾ പതുക്കെ മഞ്ഞ കളറ് കാണാൻ പറ്റുന്നുണ്ടോ? യാസിൻ ആ കത്തി നിൽക്ക്. ഈ സൂര്യകാന്തിയാണെന്നുള്ള കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. മഞ്ഞ കളറ് ഓറഞ്ച് ലൈറ്റ് കണ്ടോ? പോളം കണ്ടില്ലേ? പൂമ്പൊടി. ഇതാണ് നാച്ചുറൽ പ്രോട്ടീനാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. ചെറിയൊരു പുളിരസം ഉണ്ടാവും, പക്ഷെ പ്രോട്ടീനാണിത്. ഇതാണ് പൂമ്പൊടി. ഈ പൂമ്പൊടിയും തേനും കൂടി മിക്സാക്കിയിട്ട് ഒരു ബീ ബ്രെഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഈച്ചകൾ കഴിക്കുക. പൂമ്പൊടിയിലെ പ്രോട്ടീനും തേനിലെ വൈറ്റമിൻസും. അടിയിലായത് നമുക്ക് എന്ത് ചെയ്യാം? മുറിച്ചിട്ടെടുക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോ. ഈച്ച ഒന്നും ചെയ്യില്ല. ഇങ്ങനെ പിടിച്ചോ. വളരെ സാവകാശം. നമ്മളിങ്ങനെ ആക്ഷൻ കാണിക്കരുത്. ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. ലോക്ക് ഈച്ച കുത്തിയാലും വിടരുത്. എന്നിട്ട് തന്നിക്ക് വിടാൻ പാടുള്ളൂ. നേരിട്ട് നിന്നു. ഒന്നും പേടിക്കണ്ട. അടുത്ത് നമ്മളെ മഹേന്ദ്രേട്ടൻ വിളിക്കും. മഹേന്ദ്രേട്ടൻ പിന്നെ വണ്ടി ശീലമൊക്കെ ഉണ്ട്. ഞാൻ ഒന്നും പിടിക്കില്ല. ഓക്കെ, ഞാൻ വാങ്ങാം. ഇനി നമ്മളെ വീഡിയോഗ്രാഫർ അത് ഞാൻ ഫോൺ പിടിക്കും. നിങ്ങൾ പിടിച്ചോ. പേടിക്കണ്ട, കുത്തൂല എന്നുള്ള ഞാൻ ഗ്യാരണ്ടി. ഈച്ച കുത്തരുത്. യൂട്യൂബ് ചാനലിലേക്കുള്ള വലിയ ആൾക്കാരാണ്. കുത്തരുത്. നിങ്ങൾ നേരിട്ട് തന്നോ. ഞാനിത് ട്രെയിനറാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. വാ, ഓഫാക്കണ്ട. ഫോൺ ഇങ്ങോട്ട് വേണ്ട. ഫോൺ ഇങ്ങോട്ട് വേണ്ട. ആ ഫോൺ നിങ്ങൾ പിടിക്കും. പതുക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കും. ഞാൻ അപ്പോഴേക്കും ഇത്തെ പരിപാടി ചെയ്യട്ടെ. ഈച്ചേനോട് എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞോ? ഇതാണ് എപ്പിസറാണ്. ഇന്ത്യയിൽ ഏറ്റവും അനങ്ങാൻ പാടില്ല കേട്ടോ. അനങ്ങിയാൽ ഈച്ച കുത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സാവകാശം. ഹെൽത്തേം കാണാൻ പറ്റുന്നില്ലേ? ഇത് ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പിടിച്ചാൽ മതി. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇതില്ലേ, ഇത് ഇനി എന്ത് ചെയ്യും? കണ്ട തിളങ്ങി കിട്ടുന്നത്. ഈ തേൻ ഇവർ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കട്ടിയാക്കിയിട്ട് മുഴുവൻ ഭാഗം സീൽ ചെയ്യും. അങ്ങനെ സീൽ ചെയ്താൽ മാത്രമേ ഈ തേന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും തേൻ തന്നെയാണ്. പക്ഷേ ഇവർ തന്നെ എന്ത് ചെയ്യും? ചിറകടിച്ചിട്ട് ഇതിലത്തെ ജലാംശം കണ്ടോ? ഇതൊന്ന് അടച്ച് കണ്ടില്ലേ? ഇതാ ഇത് അടച്ചതാ. ഇതേപോലെ മൊത്തം അടക്കും. അങ്ങനെ അടച്ചിട്ട് മാത്രമേ നമ്മൾ തേൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ ഏറ്റവും ക്വാളിറ്റിയുള്ള തേൻ കിട്ടുള്ളൂ. ഒരു 8 ദിവസമൊക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ അടുക്കൽ ഇതുവരുടെ മെഴുക് ഗ്രന്ഥിയിൽ നിന്ന്, ഇവിടെ ഈച്ചയുടെ വയറിനടിയിലുള്ള മെഴുക് ഗ്രന്ഥിയിൽ നിന്ന് നാച്ചുറലായിട്ട് വരുന്ന വാക്സിൻ. ഇതാണ് നമ്മുടെ ലിപ് ബാം, മോയ്സ്ചറൈസർ, അതൊക്കെ അതിൻ്റെ ബേസാണ് സാധനം. നമുക്ക് ഇതൊക്കെ ഒരു എക്സ്ട്രാ പിടിപ്പിച്ചതാണ്. ഇങ്ങനെ എക്സ്ട്രാ ഇവരെ കൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ തോന്നിയ പോലെ തേനറ നടക്കും. അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനത്തെ കൃത്യമായ ഫ്രെയിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമുണ്ട്. നല്ല പ്യുവർ സാധനം കിട്ടും. ചീറ്റൻ്റെ ഈ കുത്ത് നല്ലതാട്ടാ. ഇടക്ക് കിട്ടുന്നത് നല്ലതാ. അതായത് ഏറ്റവും നല്ലതാ. അപ്പോൾ നമുക്കിതാ ഈ ഒരു കഷ്ണം നമുക്ക് എന്ത് ചെയ്യാം? ആർക്കാ പിടിക്കേണ്ട? കുത്തുണ്ടോ? ഇത് പിടിക്കില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. നമ്മൾ ചെറുപ്പത്തിൽ മണ്ണി വാരി കളിക്കില്ലേ? തേച്ചനെ തൊടാനുള്ളവർക്കൊക്കെ തൊട്ടോ. എന്നാൽ തൊട്ടോ. നിങ്ങൾ കണ്ടാലറിയാലാണ് തേച്ച് തൊട്ടോ. പതുക്കെ എല്ലാ ചാവിയും കിട്ടും. അങ്ങനെ പതുക്കെ ഇങ്ങനെ പതുക്കെ അയക്കാൻ ഈച്ച പോലും അറിയാം. ഈച്ചക്ക് വേദന എടുത്താൽ മാത്രമേ കുത്തുള്ളൂ. ഈച്ച ഇറങ്ങിപ്പോവോ? എങ്ങനെ ഈച്ച? അത് ഓട്ടോമാറ്റിക് ഇറങ്ങിപ്പോയി. അതിൽ കുറച്ച് തേനൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നു. നമുക്കൊരു കഷ്ണം ചെയ്യാം. ഇതിന്റെ അട നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പണിയാണെന്നുണ്ടെങ്കിൽ 20 ദിവസത്തെ പണിയാണ്. ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് 20 ദിവസം ഞാൻ തള്ളി തരും. പതുക്കെ എടുത്തോളാം. എടുത്തോ. എല്ലാവർക്കും ഞാൻ തരും ഓരോ കഷ്ണം.
എന്നാ അടുത്ത ആള് ബീച്ചെല്ലാം ഉണ്ടാ ആ വലിച്ചെടുക്കണം. ഒഴിച്ചെടുക്കണം. ആ പിന്നെ അടുത്ത് എന്തെങ്കിലും സൂര്യകാന്തിന്റെ ഇത് സൂര്യകാന്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തേന കിട്ടാം. ഞങ്ങൾ മെഷീനിലിട്ടിട്ടാണിത് ഹാർവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 20 ദിവസം എടുത്ത് പണിയാൻ വേണ്ടി. സൂര്യകാന്തി തേൻ ആദ്യത്തെ 5 ദിവസം മാത്രമേ സൂര്യകാന്തി തേൻ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പാടം നോക്കി മാറ്റി വെക്കണം. ഞങ്ങൾ രാത്രി ഈ ചെന ഇങ്ങനെ മാറ്റി വെക്കലല്ലേ പണി. നേരത്തെ കിട്ടാട്ടെ ആരാ കഴിക്കാട്ടെ. ആ ഉമ്പാ മെയിൻ പിന്നെ ആ സംശയമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചോളി. ഞാനിൻ്റെ പൂനെയിലാണ് തേനീച്ച ഗവേഷണ കേന്ദ്രത്തിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരു സൈറ്റിൽ ഒരു മാക്സിമം 20 പെട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 1 കിലോമീറ്റർ മാറിയിട്ടുള്ള അടുത്ത തോട്ടത്തിൽ വേണം വെക്കാൻ. ഈച്ചകളുടെ പെട്ടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞ് ഇവർക്ക് കിട്ടുന്ന സോഴ്സ് കുറയും. ഇതിലൊക്കെ ഫുള്ള് തേനാണ്. അതൊക്കെ ഒരു 4 ദിവസം ആയാൽ തന്നെ ശരിക്കും തേൻ കാണാതെ ശരിക്കും സൂക്ഷിച്ച് നോക്കിയോ. അതല്ല അതിന്റെ മുമ്പിന് നമ്മൾ തേൻ കഴിച്ചാല ഒന്നും ചെയ്യില്ല. അത് നമ്മള് ഏകദേശം ഇവർക്ക് സ്മെല്ല് പ്രത്യേകം വേഗം കിട്ടും. മനുഷ്യന്മാരെ ഇവർ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. മൃഗങ്ങളൊക്കെ വന്നാൽ കുറച്ചും കൂടി ആർക്കെങ്കിലും ഈച്ചനെ പിടിക്കണോ, ഫ്രെയിം എന്തെങ്കിലും പിടിക്കണം എന്നെ പറഞ്ഞാൽ മതി. 8 ദിവസം കൂടുമ്പോഴാണ് ഹാർവെസ്റ്റിങ്. ഇവിടുത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കർണാടകത്തിൽ ചിത്രദുർഗ എന്ന് പറഞ്ഞ പ്ലാന്റേഷനിലേക്ക് പോകും. അവിടെ സെപ്റ്റംബർ മുതൽ സൂര്യകാന്തിൻ്റെ സീസണാണ്. അത് കഴിയുമ്പോഴേക്ക് മാർച്ചിൽ നമ്മുടെ കേരളത്തിൽ സീസൺ തുടങ്ങും. പിന്നെ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ തേനീച്ചേനെ വെച്ച് കൊണ്ടുപോകലാണ് പണി. ഇതിലത്തെ റാണിക്ക് 5 വർഷമാണ് ആയുസ്. പക്ഷെ നമ്മൾ 1 വർഷമാകുമ്പോൾ ഈ റാണിനെ അപ്ഡേറ്റ് ചെയ്യും. റാണിനെ കാണണമെങ്കിൽ കുറച്ച് ഭാഗ്യം വേണം, നോക്കാൻ മതി. ഇവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ് റാണിനെ ചെക്ക് ചെയ്ത്. അതോ അത് വേറെ ആർക്കാ പിടിക്കണ്ടേ? പിടിച്ചോ. ഈച്ചക്ക് വേദന എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. കുറച്ച് ആ ഭാഗം മാത്രം പോയിട്ട് ആ ഭാഗം മാത്രം ഈച്ചക്ക് വരാൻ വേണ്ടി. ഇതിൽ കാണാം 1, 2, 3, 4, 5 ഫ്രെയിം വണ്ടിയില്ലേ. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഇവരുടെ കുടുംബം. ഇത് കാണാം. ഇങ്ങനെ ഓരോ ഫ്രെയിം നമ്മൾ വെച്ചെടുക്കും. ഈച്ച തന്നെ പണി കിട്ടും. ഇത് ശരിക്കും നോക്കിയാൽ കാണാൻ വേണ്ടി നിങ്ങളുടെ വശത്ത് തേൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ തേനാണ്. ഇതിൻ്റെ തൊട്ട് താഴെ കൂടി മറ്റേ കളർ. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ കുറേ ഇങ്ങനെ. അതാണ് മുട്ട. മുട്ട മീൻസ് ആ ഈച്ച 20 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങും. ഡെയിലി 400-500 ഈച്ച ഇങ്ങനെ വിരിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കും. അത് 35 ദിവസമാകുമ്പോൾ അത് മയ്യത്താവും. അപ്പോൾ അടുത്ത ജനറേഷൻ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ടിരിക്കും. റാണി 1-ാമത്തെ ദിവസം ഇടുന്ന മുട്ട അതാ. നമ്മൾ ശരിക്കും നോക്കിയോ, ഒരു 1-1-1 എന്ന് കാണും. ഒരു നൂൽ മുട്ട പോലെ കാണും ഓരോ വര ഇതിൻ്റെ ഇടയിൽ. ഇത് കാണുമ്പോൾ ഉറപ്പല്ലേ? അതാ 1-1-1. അതൊരു 5-6 ദിവസം കാണുമ്പോൾ ഒരു പുഴു പരുവത്തി പരുവത്തിലാവും. ശരിക്ക് കുറച്ച് ഒന്ന് റൂമാക്കിയേക്കാണ് ഒരു സി പരുവത്തിൽ. പിന്നെ ഒരു 10-15 ദിവസം നമ്മൾ അടച്ചുകൊണ്ട് ഈ കണ്ടീച്ച കണ്ടോ. ഞാൻ ചൂണ്ടി പറഞ്ഞു വയ്ക്കുക. ഇതിൻ്റെ കണ്ടീച്ച ഇതൊരു 25-23 ദിവസമാകുമ്പോൾ ഇതിന് വിരിഞ്ഞ് ഈച്ചയായിട്ട് മാറും. ഇതാണ് പെണ്ണീച്ചകൾ. അതേപോലെ ഒരു റാണി ഉണ്ടാവും. കുറേ ആണീച്ചകളുണ്ടാവും. ഈച്ച കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മഞ്ഞപ്പൊടിയൊന്നും തേക്കരുത്. പകരം ഐസ് വാട്ടർ എടുത്ത് ചെയ്യുക തേക്കുക. ഈ മുള്ള് പെട്ടെന്ന് എന്ത് ചെയ്യുക, അവിടെ പോകുക. ഒരു ഇല എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ ആ സ്മെല്ല് മാറ്റുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സുനാപ്രിക്കേഷൻ.